ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഒരു നമ്മുടെ കട്ട്ലേറ്റ് പോലത്തെ ഒരു സ്നാക്സ് ആട്ടോ. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കല്ലേ, വീഡിയോയിലേക്ക് പോട്ടെ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 10 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 മുട്ടയും അതിൽ ചേർക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബ്രെഡിൻ്റെ 4 അരികെ ഒന്ന് വെട്ടി മാറ്റാം കേട്ടോ. നമുക്ക് ആ കളറുള്ള ഭാഗം 4 പുറം ഇതുപോലെ കത്തിരോണ്ട് നമുക്ക് വെട്ടി മാറ്റിയിട്ട് നടുഭാഗം കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ 4 പുറവും വെട്ടി നല്ല വൃത്തിയിലെടുക്കുക കേട്ടോ. മറ്റേ ഭാഗം കളയണ്ട കേട്ടോ, നമുക്കത് അതിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഇതുപോലെ വെട്ടി മാറ്റിയത് മാറ്റി വയ്ക്കുക കേട്ടോ. നല്ല ടേസ്റ്റായിട്ടാണ് കഴിക്കാനായിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. ശരിക്കും നമ്മുടെ കട്ട്ലേറ്റ് കഴിക്കില്ലേ അതേപോലെ. അപ്പോൾ ഇറച്ചിയും വെജിറ്റബിളിൻ്റെ കട്ട്ലേറ്റ് അല്ലേ നമ്മൾ, അതേപോലെ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിന്. മുട്ടയുടെ കട്ട്ലേറ്റ് പോലെ ഉണ്ട്. അപ്പം നമ്മൾ നോക്കിയ ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ. 4 പുറം വെട്ടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ അരികൊക്കെ ഒന്ന് കൈകൊണ്ട് തന്നെ പൊടിച്ചു കേട്ടോ. കറണ്ട് ഇല്ലാത്ത കാരണം ആകെ ഒരു ഇരുട്ട് പോലെ ഇത്തിരി വീഡിയോയ്ക്ക് ഒരു മങ്ങലുണ്ട് കേട്ടോ. അത് കറണ്ട് ഇല്ലാത്ത കാരണം അപ്പോൾ കൈകൊണ്ട് തന്നെ ഞാൻ ബ്രെഡൊക്കെ മിക്സിയിലാണ് പൊടിക്കേണ്ടത്. കൈകൊണ്ട് തന്നെ ഒക്കെ ഒന്ന് നന്നായി പൊടിച്ചെടുക്കണത് കാണുന്നത് കേട്ടോ. അപ്പോൾ 2 തരവും നമ്മൾ കൈകൊണ്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. മറ്റത് ഒരു ബ്രെഡ് മുക്കേണ്ട ആവശ്യത്തിന് അത് പൊടിച്ച് വെച്ചു, ഇത് മുക്കി വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടായതിൻ്റെ ആ പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ സബോള ഒരെണ്ണം വലുത് ചെറുതാക്കി അരിഞ്ഞ് അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നന്നായി സോഫ്റ്റായി വാടി കിട്ടട്ടെ. അതിലേക്ക് പച്ചമുളക് ചേർത്തു, 2 എണ്ണം, ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് ചേർത്തു, വെളുത്തുള്ളി ഒരു 5-6 അല്ലി ചതച്ചത് ചേർത്തു. എല്ലാം കൂടി മിക്സാക്കി ഇളക്കി കൊടുത്തിട്ട് നന്നായി ഒന്ന് വാടി കിട്ടട്ടെ കേട്ടോ. അപ്പോൾ ഒരുവിധം വാടി സോഫ്റ്റായി കിട്ടിയപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്തു, മല്ലിപ്പൊടി ചേർത്തു, കറി മസാലപ്പൊടി ചേർത്തു, മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്തു. എല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ കൂടി ചേർത്തു കേട്ടോ. നന്നായിട്ട് മിക്സാക്കി ഇളക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ പുറമെ 3 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം എല്ലാം കൂടി മിക്സാക്കിയിട്ട് ഇളക്കി എടുക്കണം കേട്ടോ നന്നായി. അപ്പോൾ നമ്മൾ മുട്ട കുത്തി പൊരിക്കില്ലേ അതേപോലെ ആക്കി എടുക്കുക കേട്ടോ. നന്നായി ഒന്ന് ഇളക്കിയിട്ട് നന്നായി ഒന്ന് റോസ്റ്റായ പോലെ കുത്തി പൊരിക്കണ പോലെ ആയി കിട്ടണം കേട്ടോ. അപ്പോൾ 3 മുട്ടയും ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഉടച്ചിട്ട്. ഇനി നന്നായി കുത്തി പൊരിക്കണ പോലെ അവളോളം ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായി തീ കൂട്ടിയിടണ്ട, ചെറിയ ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞ് പോവും. അപ്പോൾ എന്നിട്ട് ഒന്ന് ചെറുതാക്കി തീയിട്ടതിൻ്റെ ശേഷം ഒന്ന് ഇളക്കി കുത്തി പൊരിച്ച പോലെ ആക്കി കേട്ടോ. അതിപ്പോൾ ഒരുവിധം റോസ്റ്റായ പോലെ അതിൻ്റെ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടു കേട്ടോ. മല്ലിച്ചപ്പ് ഇട്ടിട്ട് അതൊന്ന് മിക്സാക്കി ഇളക്കിയെടുക്കുക. അപ്പോൾ മല്ലിച്ചപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ബ്രെഡ് പൊടിച്ചില്ലേ നമ്മൾ, ആ ബ്രെഡ് പൊടിച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ആക്കണം നന്നായി. അപ്പോൾ നന്നായി അടിയിൽ നിന്ന് നന്നായി എല്ലാ മുട്ടയും ബ്രെഡൊക്കെ കൂടി നന്നായി മിക്സാക്കി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നല്ല മാതിരി അടിയിൽ നിന്ന് ഇങ്ങോട്ട് മിക്സായി കിട്ടണം. നമുക്ക് കയ്യിൽ ഉരുട്ടാൻ കിട്ടുന്ന തരത്തിൽ ഒരു സോഫ്റ്റായി കിട്ടണം കേട്ടോ എല്ലാതും കൂടിയിട്ട്. അപ്പോൾ എല്ലാം കൂടി കലർന്ന പോലെ അതിൻ്റെ ഇട്ടപ്പോൾ നമ്മൾ ഇളക്കി നന്നായി യോജിച്ചപ്പോൾ ഇനി നമുക്കത് ഇറക്കി വെച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അത് ചൂടാറുള്ള നന്നായി പരത്തി ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വിധം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ കൈ കൊണ്ട് കുഴച്ച് നന്നായി യോജിപ്പിക്കുക കേട്ടോ. കൈ കൊണ്ട് കുഴച്ച് നന്നായി ഉരുട്ടി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് എന്നിട്ട് ഒരേ ഉരുളകൾ എടുത്തിട്ട് നമുക്ക് ഏത് രൂപത്തിലാണ് വേണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഏത് രൂപത്തിൽ, ഞാൻ ഈ ആകൃതിയിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഏത് തരത്തിലോ കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ ഇതുപോലെ ഉണ്ടാക്കണം. അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് മറ്റുള്ളതും അതുപോലെ എല്ലാതും കൂടി ഉണ്ടാക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കണില്ല, അത് കാരണം അധികമൊന്നും ഉണ്ടാവില്ല. ഈ ബ്രെഡിൻ്റെ മുട്ടയും ഇതൊക്കെ എല്ലാം ഉള്ളൂ, മസാലയൊക്കെ ഉണ്ടാവുള്ളൂ. അത് കാരണം അധികം എണ്ണ ഒന്നും ഉണ്ടാവില്ല. ഒരു 6 എണ്ണം എനിക്ക് കിട്ടിയതിട്ടത് കണ്ട് അതുപോലെ ഉണ്ടാക്കിയേക്കും. റൗണ്ട് ആകൃതിയിൽ വേണമെങ്കിൽ അതുണ്ടാക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ ഇതിൽ 7 എണ്ണയ്ക്ക് കിട്ടിയിട്ട് ഇനി ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതിൽ മുന്നായിട്ട് നമുക്കൊരു മുട്ടേനെ ഒരു പ്ലേറ്റിലേക്ക് ഉടച്ച് വീത്താം കേട്ടോ. പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട ഉടച്ച് വീത്തിയിട്ട് നന്നായി ബീറ്റ് ചെയ്യുക ടീസ്പൂൺ കൊണ്ട്. അപ്പോൾ ടീസ്പൂൺ കൊണ്ട് നന്നായി ബീറ്റ് ചെയ്തിട്ട് മുട്ട ഉണ്ണിയൊക്കെ നന്നായി കലർത്തി അടിച്ചെടുക്കുക കേട്ടോ. അത് നന്നായി മിക്സ് ആവണം. അത് കലർത്തി ഒരുവിധം ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡിൻ്റെ അരിക്ക് വെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുക്കുക. അത് മിക്സിയിൽ പൊടിക്കാത്ത കാരണം അത്ര നൈസായി പൊടിച്ച് കിട്ടിയിട്ടില്ല കേട്ടോ, കറണ്ടില്ലാത്ത കാരണം. അപ്പം നമ്മൾ ആദ്യം ആ ഉരുളകൾ ഓരോന്നെടുത്തിട്ട് മുട്ടയിൽ മുക്കുക.
മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ആ ബ്രെഡ് പൊടിച്ചതിൽ ഒന്ന് മിക്സാക്കി ഇങ്ങനെ ഉരുട്ടിയെടുക്കുക കേട്ടോ. അതുമ്പോൾ ആ പൊടി പിടിക്കാൻ വേണ്ടിയിട്ട് മിക്സ്. അപ്പോൾ ബ്രെഡ് പൊടിച്ചതിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ 7 എണ്ണം നമ്മളിതുപോലെ മുട്ടയിൽ മുക്കുക, പിന്നെ ബ്രെഡ് പൊടിച്ചതിൽ മുക്കി എടുക്കുക കേട്ടോ. ഇതിൻ്റെ എണ്ണയൊക്കെ എടുത്ത് പൊരിയുമ്പോഴേ നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. ഒരു പ്രത്യേക ടേസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റ് വരുന്നത്. മസാലകളൊക്കെ കൂടിയായി കഴിക്കുമ്പോഴേ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാതും ബ്രെഡിൽ മുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓരോന്നായിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഒരു ട്രിപ്പിനുള്ളതുള്ളൂ കേട്ടോ, ആകെ എണ്ണയിലുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു പാനിൽ ഒരു ട്രിപ്പിനുള്ളതുള്ളൂ, അത് ഒരു ട്രിപ്പ് കൊണ്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. ഇട്ടിട്ട് ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ട അടിഭാഗം കളർ മാറി തുടങ്ങിയിട്ട് ചെറുതായി ഒന്ന് കണ്ട കളർ മാറി. നമുക്കൊക്കെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ, ഒന്ന് സൈഡ് തിരിച്ച് കൊടുക്കുക. അധികം ഇങ്ങനെ ഫ്ലെയിം കൂട്ടിയിട്ട് ചെയ്തിട്ടാൽ കരിഞ്ഞ് പോവും അധികം ഫ്ലെയിം ആയാൽ. അപ്പോൾ ഒരു സാധാരണ മീഡിയത്തിലിട്ടിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുവിധമൊക്കെ എല്ലാ ഭാഗങ്ങളും ആയിട്ട് ഇട്ടാൽ കണ്ട വേഗം ബ്രെഡിൻ്റെ പൊടിയല്ലേ മുകളിൽ, മറ്റതൊക്കെ വെന്ത ഉള്ളിലൊക്കെ നല്ല എല്ലാം നമ്മൾ വെന്തതല്ലേ. അപ്പോൾ നമുക്ക് വേഗം എടുത്ത് മാറ്റട്ടെ. മുകളിൽ ഭാഗം ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത് നന്നായി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ഇതിൽ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് കഴിച്ചാൽ വീണ്ടും വീണ്ടും നമുക്ക് കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റായിട്ട് അതിന്. കാണുമ്പോൾ നമുക്കിത് എന്താണെന്ന് തോന്നും, പക്ഷെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. അപ്പം അതെല്ലാതും എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. എണ്ണ ഉണ്ട് നല്ല ടേസ്റ്റ് കഴിക്കാൻ. അതുപോലെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം കേട്ടോ. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. എല്ലാവർക്കും ബായ്.